രാഷ്ട്രീയ കേരളം രക്തനിറത്തിൽ അടയാളപ്പെടുത്തുന്ന നെരിപ്പോടാണ് കണ്ണൂർ. ഏതു നിമിഷവും ആളിപ്പടരാവുന്ന രാഷ്ട്രീയ പക്കക്കനൽ. 50 വർഷത്തിനിടെ കണ്ണൂർ ജില്ലയിൽ മാത്രം ജീവനറ്റത് 230ഓളം രാഷ്ട്രീയ പ്രവർത്തകരുടെ, അധികവും സാധാരണ മനുഷ്യർ. അറ്റുപോയത് കുടുംബങ്ങളുടെ അത്താണികൾ. കോൺഗ്രസിന്റെ രക്തസാക്ഷികളെ വഞ്ചിച്ച വി.ഡി. സതീശനെ വെല്ലുവിളിക്കുകയാണ് സമരാഗ്നി എന്ന് പറയുന്ന ഈ വീഡിയോ. വി.ഡി. സതീശന് ഈ ഇലക്ഷനിൽ പ്രചാരണ ആയുധമായി ഉപയോഗിക്കുവാൻ കഴിയുമോ? ഇല്ല എന്ന് ഞങ്ങൾ 100 ആവർത്തി പറയും. കാരണം സതീശന്റെ താല്പര്യം എന്ന് പറയുന്നത് സുധാകരനെ ഒരിക്കലും കോൺഗ്രസിന്റെ, പ്രത്യേകിച്ച് കണ്ണൂരിലെ കോൺഗ്രസിന്റെ നട്ടലായ സുധാകരൻ ഇനി വളരരുത്, സുധാകര വധം, അതാണ് സതീശന്റെ ലക്ഷ്യം. ഒപ്പം പിണറായി വിജയനെ, അല്ലെങ്കിൽ പിണറായി വിജയൻ കണ്ണൂരിൽ കാണിച്ച രാഷ്ട്രീയ ക്രിമിനൽത്വം അത് പുറം ലോകം അറിയരുത് എന്ന ആഗ്രഹവും. അതായത് സതീശനും പിണറായിയും തമ്മിലുള്ള അന്തർധാര, അതിന്റെ കൃത്യമായ തെളിവുകൾ അടങ്ങിയ വീഡിയോ ആണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. തലശ്ശേരി മുതൽ പയ്യന്നൂർ വരെ നേരതിരിടുന്ന ഈ നാട്ടിൽ അധ്വാനിച്ച് ജീവിതം വളർത്തിയെടുത്ത, സ്വപ്നങ്ങളോടെ നെയ്തെടുത്ത മനുഷ്യരാണ് അവസാനിക്കാത്ത കണ്ണീർക്കടലിൽ ആണ്ടുപോയത്. 1969 ഏപ്രിൽ 28. മലബാറിന്റെ വീര്യവും ഹൃദയം നിറയെ നിഷ്കളങ്കതയുമുള്ള കണ്ണൂരിലെ മനുഷ്യരെ അരനൂറ്റാണ്ടോളം പിന്നീട് പിന്തുടർന്ന ദുരനുഭവങ്ങളുടെ തുടക്കം അന്നായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ഈ പ്രചരണ ആയുധമാക്കാൻ ഏറ്റവും കൃത്യമായി, അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമായിട്ട് പോലും ഈ വീഡിയോ പുറത്തുവിടാനോ ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് ജനങ്ങളോട് വോട്ട് ചോദിക്കാനോ വി.ഡി. സതീശൻ തയ്യാറാവാത്തത്? അതിനകത്ത് ഒറ്റ വാക്കിൽ ഇപ്പോൾ പറയുമ്പം ഇതിനകത്ത് ഏറ്റവും ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരാളാണല്ലോ സുധാകരൻ ആകും കോൺഗ്രസ് എന്നുള്ളതുകൊണ്ടാണ്. ഇതിനകത്ത് ഒരു സമരാഗ്നി എന്ന് പറഞ്ഞൊരു പരിപാടി, ഇപ്പോൾ പൊതുവായിട്ടുള്ളൊരു പരിപാടിക്കകത്ത് ഈ വീഡിയോകളൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഏജൻസി ഏൽപ്പിക്കാറുണ്ട്. അപ്പോൾ അവർ ഏറ്റവും ഉത്തമമായ രീതിയിലാണത് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കി കഴിഞ്ഞിട്ടായിരിക്കും ഇത് കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വേണ്ടാൻ തീരുമാനിക്കുന്നതാണ് സതീശൻ്റെ ഒരു ശൈലി. സതീശൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ ആ വീഡിയോ യോഗ്യമാണ് കോൺഗ്രസ്, അല്ലെങ്കിൽ അതിനകത്ത് ഈ വീഡിയോ പുറത്തിറങ്ങിയാൽ കോൺഗ്രസിന് ഏറ്റവും ഗുണമുള്ളതാണ്. പക്ഷേ അതിനകത്ത് ഒരു കാര്യമുണ്ട്, ഈ വീഡിയോ പുറത്തിറങ്ങിയാൽ CPM ദോഷം ചെയ്യും, പിണറായി വിജയന് ദോഷം ചെയ്യും. അതിൻ്റെ കൂടെ ആരാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നായകൻ എന്ന് ഒരു പക്ഷേ, അല്ലെങ്കിൽ ആരാണ് നിർണായക ഘട്ടത്തിൽ കോൺഗ്രസിനെ സ്വന്തം ജീവൻ പണയം വെച്ച് കൊണ്ടു നടന്നത്, അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്നത്, ഇപ്പോഴും അതിനുവേണ്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ ഈ ജനത്തിൻ്റെ മുമ്പിൽ അവതരിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ ആ നേതാവ് ഈ സുധാകരൻ, അല്ലെ കെ സുധാകരൻ എന്ന് പറയേണ്ടി വരും. അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, CPM പൊക്കോട്ടെ, പിണറായി വിജയൻ ജയിച്ചോട്ടെ, അവരുടെ കാര്യങ്ങൾ ജനമറിയണ്ട, അവരെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ കോൺഗ്രസിൽ ഒരേ ഒരു നേതാവ് ഞാനാകണം. അതിനകത്ത് സുധാകരൻ ചെയ്ത ത്യാഗവും, കോൺഗ്രസിന് വേണ്ടി പണ്ട് ആരൊക്കെ പണിയെടുത്തിട്ടുണ്ടെങ്കിലും, വെട്ടുകൊണ്ടിട്ടുണ്ടെങ്കിലും, മരിച്ചിട്ടുണ്ടെങ്കിലും, കുടുംബം അനാഥമായിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രശ്നമല്ല. സ്വന്തം താല്പര്യം, ആ താല്പര്യത്തിൻ്റെ കൂടെ ഒരാളുടെ പേര് കൂടി ഉണ്ടോ, അല്ലെങ്കിൽ അയാളുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ, എല്ലാവരും പറയുന്ന പിണറായി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു അന്തർധാരയുണ്ടോ, അതൊക്കെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വീഡിയോ ആണ്. ഇതിനകത്ത് പണ്ഡിയാല ഷാജി പറയുന്നത് കേൾക്കണം. അദ്ദേഹം പിണറായി വിജയനെതിരെ പറയുന്നുണ്ട്. കാരണം കാര്യസഹിതമാണ് പറയുന്നത്. അയാൾ കമ്മ്യൂണിസ്റ്റാണ്. അയാൾ പറയുന്നത് എൻ്റെ ഈ തലയും താടിയും തൊലിയേ ഉള്ളൂ, ബാക്കി എല്ലാം അടിച്ച് ചതച്ച് കളഞ്ഞു. ഞാൻ കമ്മ്യൂണിസം പറഞ്ഞതാ, കണ്ണൂരെ കാര്യം പറഞ്ഞതാ, പഴയ പോലെ കൊണ്ടു നടക്കണമെന്ന് പറഞ്ഞതാ, ഈ കാണിക്കുന്നത് ക്രൂരതയാണെന്ന് പറഞ്ഞതാ, എന്താണ് പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ കാണണം. ഈ പാർട്ടി മെമ്പർഷിപ്പ് ഇയാൾക്ക് കിട്ടിയതിൻ്റെ ആദ്യത്തെ ഫലം എന്താന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഫലമാണ് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കുറയപ്പെടുന്നത്. ഇത് വന്നതോടുകൂടി എന്തായിത്തീർന്നു എന്ന് പറഞ്ഞാൽ, ഇയാൾ ഒരു ചെറുപ്പക്കാരുടെ ഇടയ്ക്കകത്ത് ഒരു വീരനായകൻ എന്ന് പറയാവുന്ന ഒരു പരിവേഷം ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുറെ കുടലൂത്തുകാരുണ്ട്. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങൾ ഉണ്ടാക്കി അത് വളർന്ന് വലുതായി. കുറ്റപത്രത്തിൽ പോലും ഈ ആദ്യമായി ഈ മഴ കൊണ്ട് വെട്ടുന്നു എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അതിനുശേഷം ഒരു ബ്ലോക്ക് പ്രസിഡന്റ് ഉമേഷ് ബാബു, അദ്ദേഹം പറയുന്നത് ഈ സിനു അദ്ദേഹത്തെ സാധാരണ രാഷ്ട്രീയ ആക്രമണം 100-200 വാഴത്തോപ്പിൽ വെച്ച് ആക്രമിക്കുന്നു, വിളിച്ചു കൂന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ഓടി വരുന്നു, ഓടി വന്നതിന് ശേഷം സഹോദരിയും വീട്ടുകാർ ഓടി വന്നിട്ട് ഇവർ ഓടി മാറുന്നു.
അദ്ദേഹത്തിൻ്റെ ദേഹം വെട്ടി ഞുറുക്കുകയാണ്. ഒരു അറവുമാടിനോട് കാണിക്കാത്ത പരിഗണനയിൽ വെട്ടി ഞുറുക്കുകയാണ്. ആ വെട്ടുകൾ കൊണ്ട് തളർന്നു കിടക്കുമ്പോൾ സമീപപ്രദേശത്ത് ഒരു വാഴത്തോട്ടമായിരുന്നപ്പോൾ ഏതാണ്ട് 16-17 വാഴ വീണു. ആ വെട്ടുകൂടി ഇയാളുടെ ദേഹത്തുമുണ്ട്. എന്നിട്ട് അവിടുന്ന് അയാളുടെ ചേട്ടനും അവരുടെ വീട്ടുകാരും കൂടി ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് ആശുപത്രി പോകുമ്പോൾ അതിൻ്റെ പുറകെ പോവുകയാണ് മരണം ഉറപ്പുവരുത്താൻ. ഏതോ ഒരു ഗേറ്റിനകത്ത് കയറി ഗേറ്റടച്ചു. അതും അദ്ദേഹം പറയുന്നത് കാണട്ടെ പ്രേക്ഷകർ. 70കളുടെ ഒരു രണ്ടാം പകുതിയിൽ ശ്രീമാൻ പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലേക്ക് ചെറിയ തോതിൽ ഉയർന്നു വരുന്നതിൻ്റെ തുടർച്ചയിലാണ് തലശ്ശേരി താലൂക്കിൽ വളരെ വ്യാപകമായി ശാരീരികമായ അക്രമങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ അക്രമങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ രൂപപ്പെടുത്തുകയും കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു, ശ്രീ കെ സുധാകരൻ MP KPCC പ്രസിഡന്റ് ആവുന്നതിന് മുമ്പും അതിനുശേഷവും കണ്ണൂരെ ഈ CPM അക്രമ രാഷ്ട്രീയത്തിനെതിരായ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു പ്രതീകവും പ്രതിരൂപവുമായിട്ട് കണക്കാക്കപ്പെടുന്ന നേതാവാണ്. അതിനൊട്ടും അതിശയോക്തിയില്ല. എൻ്റെ ഓർമ്മയിൽ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയ ആദ്യത്തെ കോൺഗ്രസ് നേതാവ്, ശക്തനായ കോൺഗ്രസ് നേതാവ് എൻ രാമകൃഷ്ണൻ നിർത്തിയ സ്ഥലത്ത് നിന്നാണ് കെ സുധാകരൻ ആരംഭിക്കുന്നത്. ഒരു കാരണത്തടിക്കുന്നവൻ്റെ മറ്റേ കാരണത്തടിക്കാനും ത്രാണിയുള്ള ഒരു നേതാവായിട്ട്, ഒരു കോൺഗ്രസ്സുകാരനായിട്ട്, ഒരു കോൺഗ്രസ് നേതാവായിട്ട് വളർന്നു വന്നു എന്നുള്ളതാണ് കെ സുധാകരൻ്റെ ഒരു പ്രാധാന്യം. കാരണം രാഷ്ട്രീയം അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നത് ഈ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകമായിട്ടാണ്. മനസ്സിലായോ? പല ആൾക്കാരും പറയുന്നത് ഈ വീഡിയോയ്ക്കകത്ത് വളരെ കൃത്യമുണ്ട്. ഈ വീഡിയോ എന്തുകൊണ്ട് ഇപ്പം അതിനകത്ത് നമ്മുടെ തന്നെ ചോദിച്ചതുപോലെ ഏറ്റവും നല്ല പ്രൊമോഷൻ വീഡിയോ ആണല്ലോ ഇത്, പ്രചരിപ്പിക്കട്ടെ, ഇലക്ഷന് ഈ വീഡിയോ പുറത്തു വയ്ക്കട്ടെ, ഈ പിണറായി വിജയൻ എന്താണെന്ന് കാണിക്കട്ടെ, അല്ലെങ്കിൽ കേരളം അറിയട്ടെ എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്. പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് AKGയും EMSഉം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതാക്കന്മാർ നയിച്ചിരുന്ന സൗഹാർദ്ദപരമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണ്ണൂരിനെ ഈ രീതിയിൽ കൊണ്ടുവന്നതാരാണ്? ഈ രീതിയിൽ കണ്ണൂരെ ചോളക്കലമാക്കുകയാണ്. ഈ കണ്ണൂരിൻ്റെ കണ്ണീരിൻ്റെ കഥ ആരുടെ പിറകിലുള്ളതാണ്? ആർക്ക് വേണ്ടി ഉരുത്തിരിച്ചെടുത്താണ് ഇപ്പോഴത്തെ കണ്ണൂർ? ഇത് കാണിക്കട്ടെ. അപ്പം അത് കാണിക്കാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അതെന്തുകൊണ്ട് പിടിച്ചു വെച്ചു? അപ്പം അതിനകത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി രക്തം ചൊരിഞ്ഞതോ കൃപേഷും അല്ലെങ്കിൽ ശരത്ലാലിനും ഒക്കെ വേണ്ടി വലിയ കരച്ചിലും വലിയ വിളിച്ചുപോലും ഒക്കെ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനു മുമ്പ് എത്രയോ കൃപേഷുമാരും ശരത്ലാലുമാരും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ എത്രയോ ജീവിതങ്ങൾ നയിച്ചു, ഈ പാർട്ടിയെ വിശ്വസിച്ചു. ആ പാർട്ടിയെ വിശ്വസിച്ചപ്പോൾ ആ പാർട്ടിക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ചവർ, മരണമടഞ്ഞവരുടെ കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു നേതാവല്ലായിരുന്നു സുധാകരൻ. സംഘർഷവും വെല്ലുവിളിയും നിറഞ്ഞ കണ്ണൂർ രാഷ്ട്രീയത്തിലെ അചഞ്ചലമായ കോൺഗ്രസ് പ്രതിരോധമായി, യുവപ്രവർത്തകരുടെ ആവേശമായി കെ സുധാകരൻ എന്ന തീപ്പൊരി നേതാവെത്തുന്നത് 80കളുടെ ആദ്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം അനാഥമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയില്ലേ? കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തു. അദ്ദേഹത്തിന്റെ വീടും സ്ഥലവും ഒക്കെ പണയത്തിലാണ്. ഒന്നുമില്ലാത്ത ഒരു കോൺഗ്രസ്സുകാരൻ. അത് നമുക്ക് അതിശയത്തോടുകൂടിയേ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് ഓരോരുത്തർ പറയുന്നതും വളരെ വ്യക്തതയോടുകൂടി ഈ വീഡിയോ കാണിക്കുന്നു. എന്നിട്ട് പൊതുജനം തീരുമാനിക്കണം എന്തുകൊണ്ട് സതീശൻ ഈ പറയുന്ന വീഡിയോ വെളിയിൽ വിട്ടില്ല, എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള സുധാകര വധം ഇപ്പോഴല്ല നേരത്തെ തീരുമാനിച്ചിരുന്നു. സുധാകരനെ തീർക്കുന്നതിന് ഇപ്പോഴല്ല, അതിനകത്തൊരു ഹൈക്കമാൻഡുമല്ല, അതിനകത്തൊരു കോൺഗ്രസുമല്ല. അതിൻ്റെ തീരുമാനം ചില താല്പര്യങ്ങളുടെ തീരുമാനം, അതിൻ്റെ തീരുമാനം സതീശൻ്റെ തീരുമാനം, അതിൻ്റെ തീരുമാനം പിണറായി വിജയൻ്റെ തീരുമാനം എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ബോംബേറിൻ്റെ നിമിഷം ഞാനിപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകക്കണ്ണിൽ കാണുകയാണ്. എൻ്റെ ഒരു സഹപ്രവർത്തകൻ ശ്രീ രാജീവൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്നെ കാണാൻ ഇരിട്ടിയിൽ വന്ന് അദ്ദേഹം എന്നോടൊപ്പം കാറിൽ കയറി സഞ്ചരിക്കാൻ പോകുമ്പോൾ എൻ്റെ വലതുഭാഗത്ത് അദ്ദേഹം ഇരുന്നു. ഞങ്ങൾ പേരാവൂർ ജംഗ്ഷനെത്തി ഞങ്ങൾ അവിടെ നിന്ന് വലത്തോട്ട് വളഞ്ഞ് രാജീവ് ഗാന്ധി സ്തൂപം ഉദ്ഘാടനം ചെയ്യാൻ വണ്ടി തിരിഞ്ഞപ്പോൾ അവിടെ വെച്ച് എൻ്റെ വണ്ടിക്ക് ബോംബെറിഞ്ഞു. ആ ബോംബറിൽ ചിതറിപ്പോകേണ്ടതായിരുന്നു ഞാനും രാജീവനും ഒക്കെ. യാത്ര ചെയ്യുമ്പോൾ ഞാനൊന്ന് തലചായ്ക്കാൻ ഒരു ബാഗ് വെക്കും എൻ്റെ ബാക്കിൽ, പറയും ചെറിയൊരു ബ്രീഫ് കേസ്. ആ ബ്രീഫ് കേസ് അന്നില്ലായിരുന്നില്ല എങ്കിൽ എൻ്റെ തല ചെതറിപ്പോയേനെ. ആ ബ്രീഫ് കേസ് ചെതറിപ്പോയി ബോംബേറ്. എൻ്റെ ശരീരത്തിൻ്റെ ബാക്ക് സൈഡിൽ തറച്ച കുപ്പിച്ചില്ലുകൾ 38 ദിവസം ജില്ലാ ആശുപത്രിയിൽ പോയിട്ടാണ് അത് പെറുക്കിയെടുത്ത് വൃത്തിയാക്കിയത്.
അതൊന്ന്. രണ്ടാമത് താഴെ ചൊവ്വയിൽ വെച്ച് എൻ്റെ ബസ്, ഞാനില്ല പക്ഷേ കാറിൽ, ഞാനാണെന്ന് കരുതി എൻ്റെ ജ്യേഷ്ഠൻ സഞ്ചരിക്കുമ്പോൾ ആ വണ്ടി ഗേറ്റ് അടച്ച് ആ കാറിനും ബോംബെറിഞ്ഞു. മൂന്നാമത്തെ സംഭവം പയ്യന്നൂരിൽ വെച്ച് എൻ്റെ കാർ, പയ്യന്നൂർ ആശുപത്രിയിൽ ഞാൻ പരിക്കേറ്റ കോൺഗ്രസ്സുകാരെ കാണാൻ പോയപ്പോൾ ഞാൻ അകത്ത് കയറിയ സമയത്ത് എൻ്റെ കാറിന് ബോംബെറിഞ്ഞു. ആ കാർ എവിടെയും തകർത്തു. ഓരോ അക്രമത്തെ ഫേസ് ചെയ്യുമ്പോഴും ആൽപ്പവീരവും ആൽപ്പശക്തിയും എനിക്ക് കൂടിക്കൂടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് പറഞ്ഞിപ്പം ഈ ജോയ് മാത്യു സിനിമാ നടൻ കൂടിയാണ്, പക്ഷെ ജോയ് മാത്യു എത്ര വിശദമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ പറയുന്നത് കാണുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കെങ്കിലും തോന്നും, ഇവിടെ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇതിന് വലിയ പ്രചാരം നൽകാത്തത്? ഇത് കണ്ണൂർ ജില്ലയിൽ നടത്തുന്ന CPM-ന്റെ അക്രമ രാഷ്ട്രീയമാണ്. EMS കൊണ്ടുപോകുന്ന ചില നിർദ്ദേശങ്ങളും പരിഷ്കാരങ്ങളും നമുക്ക് പാർലമെന്ററി തെരഞ്ഞെടുപ്പിലേക്ക് പോകാം, നമുക്ക് സായുധ കലാപം വേണ്ട, കുന്തക്കാരൻ വർഗീസിനെ പോലുള്ള ആൾക്കാരെ രക്തസാക്ഷികളാക്കിയിട്ട് പുന്നപ്ര വയലാർ ആവർത്തിക്കേണ്ട. മാത്രമല്ല ഗാന്ധിസത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു സ്വാധീനം ജനങ്ങളെ ഭാരതീയ മനസ്സുകളിലേക്ക് കയറിയിരുന്നു. രക്തരൂക്ഷിതമായ ഒരു സമരം, ഒരു വിപ്ലവമാർഗം വിശിഷ്യ കേരളീയ ജനതയ്ക്ക് തീരെ സ്വീകാര്യമായിരുന്നില്ല. അപ്പം ബേസിക്കലി ഇവരുടെ ഉള്ളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം മനസ്സിലേറ്റിയവരുടെ ഉള്ളിലൊക്കെ തന്നെ രൂഢമൂലമായി കിടന്ന ഒന്നാണ് ഈ രക്തരൂക്ഷിതമായ ബലപ്രയോഗം, അക്രമം, ചോര, അത്തരം ചിന്തകൾ. മാത്രമല്ല അവിടെ ഈ പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന ആൾ തുറന്നു പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടലാണ്. പിന്നെ എന്തിനാണ് ഈ പറശ്ശിനിക്കടവിലെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയത്? നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് കണ്ണൂർ ജില്ലയിൽ മാത്രം അറിഞ്ഞിരുന്ന കാര്യങ്ങൾ കേരള സംസ്ഥാനത്തിലെ മുഴുവൻ ജനങ്ങളും അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കുന്നതിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വെക്കേണ്ട രാഷ്ട്രീയം, അതിനെ വെട്ടിനിരത്താൻ ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള VD സതീശനാണ്. പിണറായിയുടെ നേതൃത്വത്തിലുള്ള സംഘം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം ആരംഭിച്ച 70കളുടെ ആ തുടക്കം അഭിശബ്ദ കണ്ണൂരിന്റെ തുടക്കമായി. ലോകം വളരുന്നതറിയാതെ കണ്ണൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും പാർട്ടി ഗ്രാമങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഇരുട്ട് നിറച്ചു. കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒന്നൊന്നായി കൊല്ലപ്പെട്ടു. കുന്നൊടുക്കലിന്റെ സ്റ്റാലിനിസ്റ്റ് രാഷ്ട്രീയം കണ്ണൂരിൽ തുടർച്ചയായി പരീക്ഷിക്കപ്പെട്ടു. സ്ത്രീകൾ വിധവകളായി, കുഞ്ഞുങ്ങൾ അനാഥരായി, അച്ഛനമ്മമാർ നിരാശ്രയരായി, നൂറുകണക്കിന് പ്രവർത്തകർ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരായി. ഞാൻ രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ പതിയിരുന്ന് വാഴത്തോപ്പിൽ പതിയിരുന്ന് ദേഹാസകലം വെട്ടി പരിക്കേൽപ്പിച്ചു. അന്ന് എന്നെ കുത്തുന്ന സമയത്ത് ഒരു 16ൽ കൂടുതൽ വാഴകളാണ് വെട്ടി നശിപ്പിക്കപ്പെട്ടത്. വാഴകളെന്ന് പറഞ്ഞാൽ ആ വെട്ടുകൾ കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായെങ്കിൽ ഞാൻ അന്ന് തന്നെ ഞാൻ ഇല്ലാതാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വീട്ടിൽ നിന്ന് അമ്മയും ഏട്ടനും ഓടി വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അന്ന് തന്നെ ഇല്ലാതാകുമായിരുന്നു. എന്നിട്ടും എന്നെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ എന്നെ പിന്തുടർന്ന് എൻ്റെ മരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി അത്രയും ക്രൂരകൃത്യമായിട്ട് അവർ എൻ്റെ പിറകെ വരികയുണ്ടായി. പന്യാമ്പാറ റെയിൽവേ ഗേറ്റ് എന്നെ കൊണ്ടുപോകുന്ന ഏട്ടൻ്റെ വണ്ടിയിൽ നിന്ന് ഏട്ടനടക്കം ആക്രോശിച്ച് ഗേറ്റ് പൂട്ടുന്നതിന് മുമ്പ് കടന്ന് അപ്പുറം എത്തിയത് കൊണ്ട് ഞങ്ങളെ പിന്തുടരുന്നത് അവർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ വീണ്ടും തടഞ്ഞു വെച്ച് എന്നെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനം അവർ ചെയ്യുമായിരുന്നു. ഇത് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഇത് ചർച്ചാ വിഷയമായി പോകും? ഇപ്പോൾ നമുക്കറിയാം LDFന്റെ പ്രചരണ വാർത്തകളാണ് ദിനപത്രങ്ങളിൽ, ചാനലുകളിലെല്ലാം നിറഞ്ഞിരിക്കുന്നത്. വേടൻ്റെ ഒരു പാട്ട് എടുത്തു വെച്ച് അവർ പ്രചരിപ്പിക്കുന്നു. ഇതിനേക്കാൾ എത്ര വലിയ പ്രചാരം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇതിന് ലഭിക്കും? അന്ന് കണ്ണൂരിൻ്റെ ചരിത്രം മുതൽ പറയുന്നുണ്ട്. കണ്ണൂരിൽ എങ്ങനെയാണ് ഒരു ചുമന്ന പൊട്ട് അത് വളരെ ഉള്ള ഒരു ചോരയുടെ ചുവപ്പായിട്ട് മാറുന്നത് എന്ന രീതിയിലാണ് അതിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ യഥാസമയം ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു വികാരം, അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു ജനങ്ങളുടെ പിന്തുണയൊക്കെ ഉണ്ടാകും. ഇത് ഉണ്ടാവരുന്നത് എന്തിനാ VD സതീശൻ ആഗ്രഹിക്കുന്നത്? അതെ, VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ജയിക്കണ്ട എന്ന് കൃത്യമായി VD സതീശൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു വീഡിയോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഈ വീഡിയോ പുറത്തു വിടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത് തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രയോജനം ചെയ്യും, പ്രത്യേകിച്ച് രക്തസാക്ഷികളുടെ, അല്ലെങ്കിൽ ആ രക്തസാക്ഷികളെ എങ്ങനെയാണ് അവർ രക്തസാക്ഷികളായത്, എങ്ങനെയാണ് കണ്ണൂരിൽ സുധാകരൻ, ഇപ്പൊ പാണ്ഡ്യാല ഷാജി അടക്കം പറയുന്നത് അന്ന് നെഞ്ചു വിരിച്ചുകൊണ്ട് CPM-ന്റെ അക്രമികളെ നേരിട്ട ഒരേ ഒരു നേതാവ് ഇന്ന് കണ്ണൂരിലുള്ളത് മുൻ KPCC പ്രസിഡന്റ് കൂടിയായ സുധാകരനാണ്. അപ്പൊ സുധാകരനെ കുറിച്ചാണ് അതിൽ പറയുന്ന എല്ലാവരും കൃത്യമായി പറയുന്നത് സുധാകരൻ എന്ന പേരാ.
കെ സുധാകരൻ എന്നൊരു പേര് വന്നതുകൊണ്ടും കെ സുധാകരൻ കോൺഗ്രസിന്റെ നട്ടെല്ലാണ്, പ്രത്യേകിച്ച് കണ്ണൂർ കോൺഗ്രസിന്റെ നട്ടെല്ലാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും എന്നതുകൊണ്ടും ഈ രക്തസാക്ഷികളെ മുഴുവൻ വഞ്ചിക്കാനുള്ള ഒരു നിലപാടെടുക്കുന്ന സതീശന്റെ ഈ വെളുക്കെയുള്ള ചിരി അത് കോൺഗ്രസിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളത് മാത്രമാണ് യാഥാർത്ഥ്യം, അല്ലേ? കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് തന്നെ 3 തവണയാണ് കൊല്ലാൻ ശ്രമിച്ചത്. എന്തിന്? ഇപ്പോൾ പോലും താൻ പോകുന്ന വാഹനം കണ്ടു കഴിഞ്ഞാൽ അതിനെ ആക്രമിച്ച് ബോംബെറിയുകയാണ് ചെയ്യുന്നത്. ഈ സുധാകരന്റെ സഹോദരന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിനെതിരെ ആക്രമണം നടത്തി. അപ്പോൾ സുധാകരനെ തീർക്കാനായിട്ട് എത്രയോ കാലമായിട്ട് CPM-ന്റെ പ്രവർത്തകർ അവിടെ ശ്രമം നടത്തി. അതിന് വലിയ പ്രവർത്തിക്കുന്ന ആരാ? ജില്ലാ സംസ്ഥാന നേതാക്കളെ നമ്മൾ ഇന്ന് കാണുന്നവരാ. അവരാണെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ പറയുന്ന കെ സുധാകരൻ തന്നെ തുറന്നു പറയുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതിയ പ്രതീക്ഷയായി. CPM-ന്റെ അക്രമങ്ങളെ നെഞ്ചുറപ്പോടെ പ്രതിരോധിക്കാൻ ഒരു നേതാവ് എത്തിയപ്പോൾ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ KS-നൊപ്പം നിന്നു. കോൺഗ്രസിന്റെ ജില്ലയുടെ അമരക്കാരൻ നിലയ്ക്ക് നിർത്തി കണ്ണൂരിലെ CPM-നെ. കരുതലോടെ കാത്തു ഓരോ കോൺഗ്രസ് പ്രവർത്തകനെയും. ആ തുറന്നു പറച്ചിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണ്ട എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ പൊതിഞ്ഞു പിടിക്കാനായിട്ട് VD സതീശനും അനുചര വൃന്ദങ്ങളും ശ്രമിക്കുന്നു. ഒന്നുകിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ VD സതീശൻ, ഇതിനപ്പുറത്തേക്ക് ആരും വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ പോരാടി താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന കെ സുധാകരനേക്കാൾ വലുതാണ് പൊട്ടിമുളച്ചു വന്ന VD സതീശൻ എന്ന് പ്രചരിപ്പിക്കാനാണ് ഈ വീഡിയോ ഒളിച്ചു വെക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വീഡിയോ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരണമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കണം, ആഗ്രഹിക്കണം. കാരണം എങ്കിൽ മാത്രമേ ഈ രാഷ്ട്രീയത്തിലെ മലീമസമായ ചില കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിയുകയുള്ളൂ. ഇതിനകത്ത് ഏറ്റവും അവസാനം ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കണ്ണൂർ രാഷ്ട്രീയത്തിനകത്തെക്കാട്ടി കൂടുതൽ അറിയാവുന്നത് കണ്ണൂർ സ്ഥിരമായിട്ട് നടക്കുന്നതുകൊണ്ട് അവിടുന്ന് പുറത്തോട്ട് ചർച്ചയാവുന്നുണ്ട്. ടിപിയുടെ കാര്യം പറയുന്നുണ്ട് ഇതിനകത്ത്. നേരത്തെ പറയുന്നത് പറഞ്ഞാൽ ആ ടിപിയുടെ മുഖവും ആ കണ്ണിന്റെയും അല്ലെങ്കിൽ ഈ ഭാഗം ഒന്ന് തുന്നിച്ചേർക്കാൻ അല്ലെങ്കിൽ മനുഷ്യമുഖമാണെന്നുള്ള രീതിയിൽ പൊതുജനത്തിന്റെ മുമ്പിൽ കാണിക്കാൻ, കാരണം ഇത്രയുമെങ്കിലും കാണിക്കാൻ 7 ഡോക്ടർമാര് ഏതാണ്ട് 4.5 മണിക്കൂർ ഉപയോഗിച്ചു. അതായത് ആ കേസിനകത്ത് തല 51 വെട്ടുവെട്ടിയപ്പോൾ മുഖത്ത് 51 വെട്ടുവെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറച്ചി ഞുറുക്കുന്ന പോലെ ഇരിക്കും. അതിനകത്ത് 2 കാര്യമാണ്. അത്രയ്ക്ക് ക്രൂരമാണ് ആ പ്രവൃത്തി ചെയ്തത്. രണ്ടാമത് ഈ കേസ് ഒരിക്കലും ജയിക്കാൻ പാടില്ല. കാരണം വെട്ടുന്ന ആയുധത്തിന്റെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇത് ഞുറുക്കി പോയാൽ ആയുധത്തിന്റെ ഇതനുസരിച്ച് തീരുമാനിക്കണത്. അതൊക്കെ വളരെ ഉദ്ദേശത്തോടുകൂടി പ്ലാനിങ്ങോടുകൂടി ചെയ്തു. ഇത് ഒക്കെ ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഇത് വെളിയിൽ കൊണ്ടുവരാൻ KK രമയ്ക്കകത്തും ഇതിനകത്ത് പ്രതിയാണ്. യഥാർത്ഥത്തിൽ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് വെളിയിൽ കൊണ്ടുവരാം. കോൺഗ്രസ് അല്ലേ. അപ്പം ആ രീതിയിൽ അപ്പം ഇതിനകത്ത് ഇത് വെളിയിൽ കൊണ്ടുവരണം, ആവശ്യപ്പെടണം ജനം. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു സുധാകരനെ ഒതുക്കാൻ കോൺഗ്രസ് അല്ലെങ്കിൽ ഇത്രയും നീചമായിട്ടുള്ള പ്രവൃത്തി വെളിയിൽ കാണിക്കാത്ത ഒരു രീതിയിലേക്ക് സതീശൻ തീരുമാനമെടുക്കുമ്പോൾ എത്രയോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സുധാകരനെ തീർക്കാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ വേറെ മാർഗത്തിൽ പറഞ്ഞ ഈ കോൺഗ്രസിനെ തീർക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് വേണം കരുതാൻ.